രാജ്യസഭയിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം നടന്നു എന്ന് ചോദിച്ചാൽ, ഞാൻ എൻ്റെ കാഴ്ചപ്പാടിന് അനുഗുണമായി തന്നെയാണ് ആ പ്രവൃത്തി ചെയ്തത്. ഞാൻ എൻ്റെ പാർട്ടിയുടെ ദേശീയ നേതൃത്വവുമായിട്ടൊക്കെ ആശയവിനിമയം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ പാർലമെന്റിൽ, പ്രത്യേകിച്ച് രാജ്യസഭയിലൊക്കെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച്, NDAയുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് വിമർശിക്കുന്ന കൂട്ടത്തിൽ തികച്ചും ഏകപക്ഷീയമായി നിങ്ങൾ ഫാസിസ്റ്റുകളാണ്, നിങ്ങൾ അക്രമകാരികളാണ്, നിങ്ങൾ ജനാധിപത്യ വിരുദ്ധരാണ് എന്നൊക്കെയുള്ള പല്ലവി നിരന്തരമായി രാജ്യസഭയിൽ ഞാൻ വന്നതിന് ശേഷം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറയുന്നത് ആരാണ്? എപ്പോഴും ജനാധിപത്യ മൂല്യങ്ങളെ ഹനിച്ചുകൊണ്ട്, സ്വാതന്ത്ര്യ ബോധത്തിന് മേലെ കരുതൽ പടർത്തിക്കൊണ്ട്, ഏകപക്ഷീയമായ സംഘടനാ പ്രവർത്തനം അനുവദിക്കില്ല എന്നുള്ള അവരുടെ നിലപാട് മുറുകെ പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് ജനാധിപത്യത്തെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ഒക്കെ പ്രസംഗിക്കുന്നത്. അവരുടെ ഇരട്ടത്താപ്പ് ലോകത്തിന് മുമ്പിൽ കാണിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇതുപോലെ അനേകം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്നത്? എന്തുകൊണ്ടാണ് ആളുകൾ പരിക്കേൽക്കപ്പെടുന്നത്? എന്തുകൊണ്ടാണ് കുട്ടികൾ അനാഥരാകുന്നത്, സഹോദരിമാർ വിധവകളാകുന്നത്, അമ്മമാർക്ക് മക്കൾ നഷ്ടപ്പെടുന്നത്? ഈ സാഹചര്യം എല്ലാം സൃഷ്ടിച്ചവരാണ് ജനാധിപത്യത്തെക്കുറിച്ച് വലിയ വായിൽ വർത്തമാനം പറയുന്നത്. അപ്പൊ ഇവരുടെ യഥാർത്ഥ മുഖം എന്ത് എന്ന് ലോകത്തെ കാണിക്കേണ്ടതുണ്ട്. ഒന്ന്. രണ്ട്, ഇത്തരം പ്രവർത്തികൾ ഇനി നമ്മുടെ നാട്ടിൽ അരുത് എന്ന ആത്മാർത്ഥമായൊരു ആഗ്രഹം എനിക്ക് വ്യക്തിപരമായും എൻ്റെ പ്രസ്ഥാനത്തിനുമുണ്ട്. പ്രസ്ഥാനത്തിന്റെ വീക്ഷണമാണ് എന്നിലൂടെ പുറത്തേക്ക് വരുന്നത്. അപ്പൊ നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയത്തിന്റെ പേരിൽ ആക്രമിക്കപ്പെടുന്ന, രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ ആക്രമിക്കപ്പെടുകയും ജീവൻ നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഇനി ഉണ്ടാകരുത്. അങ്ങനെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ അതിന്റെ യഥാർത്ഥ പ്രയോക്താക്കളായിട്ടുള്ള CPIM-ന്റെ പ്രവർത്തകരിലും നേതാക്കളിലുമൊക്കെ ഒരു സാമൂഹ്യ സമ്മർദ്ദം രൂപപ്പെടേണ്ടതുണ്ട്. അക്രമ രാഷ്ട്രീയം അരുത് എന്നുള്ളത്. ആ നിലയിലേക്ക് അവരുടെ മനസ്സിനെ മാറ്റിയെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ആവിഷ്കാരം വേണം എന്ന ചിന്തയും കൂടിയാണ് രാജ്യസഭയിൽ ഞാൻ അങ്ങനെ പ്രവർത്തിച്ചത്. അതുകൊണ്ടാണ്.